പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ കേരളത്തിൽ എന്തെല്ലാം രാഷ്ട്രീയം, എന്തെല്ലാം മതം എല്ലാം കണ്ട് കേട്ടും ജീവിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. സാബു ജേക്കബ് കിറ്റക്സിൻ്റെ തലവൻ, അതായത് അദ്ദേഹം ഒരിക്കലും ഒരു തിന്മ ആർക്കും ചെയ്തിട്ടില്ല. എന്നാൽ സാബു ജേക്കബിൻ്റെ കിറ്റക്സിനെ കേരളത്തിൽ നിന്ന് ഓടിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച രണ്ട് രാഷ്ട്രീയ പാർട്ടിയാണ്, ഒന്ന് കോൺഗ്രസും ഒന്ന് CPM-ഉം. അതിനകത്ത് പ്രവർത്തിച്ച രണ്ടുപേരുടെയും പേര് ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരാൾ മരിച്ചുപോയി, ഒരാൾ ഇപ്പോഴും ഉണ്ട്. അവരെന്താണെന്നോ ചെയ്യട്ടെ. എന്നാൽ കിറ്റക്സിനെ നിങ്ങൾ തോപ്പിച്ചോ? ഇല്ല. കിറ്റക്സ് ആ നന്മയെ കണ്ടറിഞ്ഞവർ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ പ്രതീക്ഷിച്ചു. കിറ്റക്സ് ഇന്നും നന്നായിട്ട് അവിടെ പോകുന്നു. എന്നാൽ സാബുവിനൊരു മനപ്രയാസമുണ്ട്. അതായത് എന്നെ ചോദിച്ച CPM-നെയും കോൺഗ്രസിനെയും മുട്ടുകുത്തിക്കണമെങ്കിൽ BJP-യുടെ കൂടെ ചേർന്നെങ്കിലേ ഒക്കൂ എന്നുള്ളൊരു ചിന്താഗതി, അത് മാത്രം തെറ്റിപ്പോയി. കാരണം ഞാൻ പറഞ്ഞുതരാം. BJP ഭരിച്ച ഏതെങ്കിലും സംസ്ഥാനത്ത് കേരളത്തെക്കാൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിലെ ഞാൻ പറഞ്ഞുതരാം. BJP വന്നാൽ എന്ത് സംഭവിക്കും? വലുതായിട്ടൊന്നും സംഭവിക്കില്ല. സാധാരണക്കാർക്ക് ഇന്നുള്ളതിൽ കൂടുതൽ കഷ്ടതകളുണ്ടാവും, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ട്. പിണറായി വിജയൻ്റെ ലാവലിൻ കേസും അവൻ്റെ മകളുടെ കരിമണൽ കർത്തക കേസും ഇപ്പോഴും നീണ്ടുപോകുന്നു. ഈ കേന്ദ്രമല്ലേ, കേന്ദ്രത്തിൻ്റെ ED-യും എല്ലാം അല്ലേ അന്വേഷിച്ചു, എല്ലാം ചെയ്ത്. എന്തുകൊണ്ട് എന്ത് നീണ്ടുപോകുന്നു? അതിൻ്റെ രഹസ്യം പിണറായി വിജയനും നരേന്ദ്രമോദിയും അമിത്ഷായും റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ തലവനും കൂടുള്ള ആത്മീയ ബന്ധമാണ്. ആത്മീയ ബന്ധം എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള കോൺട്രാക്റ്റ് എന്താണെന്നുള്ള ആർക്കും അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഡൽഹിയിൽ ബാർബറി മസ്ജിദിൻ്റെ പ്രശ്നമുണ്ടായി. അതിൻ്റെ കേസ് വിധി പറയുന്ന ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജ്, അത് വിധി പറയാൻ മാറ്റിവെച്ചു. അപ്പോഴേക്കും അവർക്ക് ന്യൂസ് കിട്ടി, നമുക്കെതിരായിട്ടാണ് വിധി വരാൻ പോകുന്നത്. അപ്പോഴവരെ പൂട്ടണം. പൂട്ടി അവിടെ ഉടനെ തന്നെ ഒരു പീഡന കേസ് ആ ജഡ്ജിൻ്റെ പേരിലുണ്ടായി. ഇത് ഞാനിപ്പോൾ പറഞ്ഞതല്ല, ലോകമെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മനുഷ്യരാലും ലോകത്താലും മാനിക്കപ്പെടുന്ന ഒരു ജഡ്ജായിരുന്നു. അദ്ദേഹം മനപ്രയാസത്തോടു കൂടിയിരുന്നു.
ഒടുവിൽ കോംപ്രമൈസ്. നിന്നെ ഞാൻ ബി ജെ പിയുടെ തലത്തിത്തേക്കാം, തലത്താഴത്തെ നല്ല പൊസിഷനിത്തേക്കാം. ഏത് മനുഷ്യനെ അത് കേട്ടാൽ അത് എഗ്രി ചെയ്യാത്ത അങ്ങനെ അദ്ദേഹം വിധി പ്രസ്താവിച്ചു. ഇന്നും അദ്ദേഹം എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ തലപ്പത്ത് നല്ല സ്വാധീനിക്കുന്നു. മക്കളിതാണ് ലോകം. ഈ നരേന്ദ്രമോദി സാബു ജേക്കബിനെ സഹായിക്കുമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. സാബു ജേക്കബ് ചിന്തിച്ച രീതി അല്ലായിരിക്കും. ഞാനും ചോദിച്ചോട്ടെ, ബി ജെ പി കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ ശബരിമലയിലെ സ്വർണ്ണ കേസ് ശരിയായിട്ട് അന്വേഷിച്ച് കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇല്ല. ഇതാണ് രാഷ്ട്രീയം. ഞാൻ സമുദയിക്കപ്പിന് ഒരു അബദ്ധം പറ്റിയതാണ്. നരേന്ദ്രമോദി ഏതെങ്കിലും വിധത്തിൽ കേരളത്തെ സഹായിക്കുമോ? അതായത് ഇപ്പൊ കുറെ സ്ത്രീകളൊക്കെ ഉണ്ടാക്കിയല്ലോ. നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ ഇന്നും ഞാൻ ചോദിക്കുക, ഏതെല്ലാം സംസ്ഥാനത്ത് എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം അവിടെ പാഴ്ചകൾ പറ്റി, എന്തെല്ലാം ഇല്ലാതെ പോയി. നരേന്ദ്രമോദി ഇങ്ങോട്ട് വന്ന ഉടനെ അങ്ങ് പുളുത്തും. മക്കളെ, നിങ്ങൾ ചിന്തിച്ചോ, ജീവിതത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ, അതായത് ഒരാൾ ചെയ്യുന്ന കാര്യം നന്മയെന്നുണ്ടെങ്കിൽ അതിനെ കാണുക. ഇനി ഞാനൊരു ആം ആദ്മി പാർട്ടിയുടെ ഏജൻ്റായിട്ടല്ല, പക്ഷെങ്കിൽ ആം ആദ്മി പാർട്ടി തന്തയ്ക്ക് പിറന്ന മക്കളാൽ ഉണ്ടാക്കിയതാണ്. അവരെ ഒരു മനുഷ്യനും പുറകോട്ട് തള്ളിക്കളയാനൊക്കത്തില്ല. ആം ആദ്മി പാർട്ടി പറഞ്ഞ വാക്ക് പറഞ്ഞായിരിക്കും. അത് എന്തായാലും നിങ്ങളത് ഈ നരേന്ദ്രമോദി 15 വർഷം ഗുജറാത്ത് മന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പുറയിലായി. എന്തുകൊണ്ട്? ഇവൻ്റെയൊക്കെ പ്രവർത്തനം. നരേന്ദ്രമോദി അവൻ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു? മക്കളെ, ഒരു കാര്യം, നിങ്ങൾ ഏതു ജാതിയോ മതമായിക്കോട്ടെ, ഒരിക്കലും ഭരണാധികാരി ആ മതത്തിൻ്റെ പേരിലോ അല്ല വേറൊരു കാര്യത്തിലോ പൊതുജനങ്ങളെ ദ്രോഹിക്കാൻ പാടില്ല. നിങ്ങളുടെ മതവും നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ മതം നിങ്ങൾ കൊണ്ടു നടന്നു. എല്ലാം പൊതുജനങ്ങൾക്ക് നന്മയ്ക്കായി തീരണം എന്നുള്ള ചിന്ത കൂടെ വേണം. നരേന്ദ്രമോദി കേരളത്തിൽ എല്ലാം ചെയ്യും. സാബുവിനൊരു അബദ്ധം പറ്റിയതാണിത്. സാബു ഉടനെ അവിടുന്ന് തിരിച്ചു മാറും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. കാരണം സാബു ഒന്നും കണ്ടില്ല
നരേന്ദ്രമോദി ഒരു വശം മാത്രമേ കണ്ടുള്ളൂ. അതുകൊണ്ട് കാര്യമില്ല. നരേന്ദ്രമോദി ആരെന്നുള്ളത്, അമിത്ഷാ ആരെന്നുള്ളത് നിങ്ങൾ ആരും കണ്ടില്ല. ഇനി ശരിയായി കാണുമ്പോൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല.